ഇന്ത്യയുടെ പാർലമെന്റിന്റെ കവാടം പൂട്ടിയ ദിവസമാണ് കടന്നു പോകുന്നത്. CJP പ്രക്ഷോഭം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ രണ്ട് ചോദ്യമില്ലേ? മോദിക്കെതിരായിട്ടുള്ള യുവജന കലാപമായിട്ട് ഇത് മാറുന്നുണ്ടോ, അതോ മറ്റൊരു വലിയ രാഷ്ട്രീയ കളിയാണോ ഈ നടക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട്, പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നുണ്ട്. അത് കാണാതെ പോകാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 2001 ഇന്ത്യയുടെ പാർലമെന്റിന് നേരെ ഭീകരാക്രമണം നടന്നിരുന്നു. അന്ന് രാജ്യം ഒന്നടങ്കം ഞെട്ടി എന്നുള്ളതാണ്. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം ഭീകരരല്ല, ആയിരക്കണക്കിന് യുവാക്കളും വിദ്യാർത്ഥികളും പാർലമെന്റിന്റെ കവാടം വരെ എത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിന്റെ എല്ലാ കവാടങ്ങളും മണിക്കൂറുകളോളം അടച്ചിട്ടു എന്നുള്ളതാണ്. അകത്ത് പ്രധാനമന്ത്രിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, മന്ത്രിമാരുണ്ട്, MP മാരുണ്ട്. പുറത്ത് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നുണ്ട്, ലാത്തി ചാർജ് ഉണ്ടാകുന്നുണ്ട്, കല്ലേറുണ്ടാകുന്നുണ്ട്, ബാരിക്കേഡുകൾ തകർക്കുന്ന പ്രതിഷേധക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഡൽഹി നഗരം ഒന്നടങ്കം സ്തംഭിച്ചിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ അപ്പോഴും ചോദ്യം ഇതാണ്. ചോദ്യം, ഒരു പരീക്ഷാ സമരം എങ്ങനെയാണ് നമ്മുടെ പാർലമെന്റിന്റെ കവാടം വരെ എത്തുന്നത്? ആരാണ് CJP? ആരാണ് സോനം വാങ്ചുക്? ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം കിട്ടിയേ പറ്റൂ. എന്തുകൊണ്ടാണ് സർക്കാർ ആദ്യം മൗനം പാലിച്ച് ഈ ഒരു കടുത്ത നടപടിയിലേക്ക് പിന്നീട് പോയത്? ഏറ്റവും പ്രധാനമായിട്ട് ഇത് ശരിക്കും ഒരു വിദ്യാർത്ഥികളുടെ സമരം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്, അതോ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പുതിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമാണോ ഇവിടെ കണ്ടത് എന്നുള്ളത്? എല്ലാം തുടങ്ങിയത് നമുക്കറിയാം, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ നമുക്ക് ഒരു തരത്തിലും സാധൂകരിക്കാനും നീതീകരിക്കാനും കഴിയാത്ത വിഷയം തന്നെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളും എല്ലാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു അത്. രക്ഷിതാക്കളുടെ ഭയം അതിലുണ്ടായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ടായി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യം. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആക്രമണം തുടങ്ങിയ സാഹചര്യം കൂടിയാണിത്. പക്ഷേ കേന്ദ്ര സർക്കാർ ആദ്യം ഒന്നും ചെയ്തില്ല. മൗനത്തിലായിരുന്നു സർക്കാർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവഗണിച്ച് അതിനെ അങ്ങ് ഇല്ലാതെയാക്കാനാണ് ശ്രമിച്ചത്. ഇതൊരു സാധാരണ പ്രതിഷേധമാണ്, ഇതൊക്കെ എവിടെ വരെ പോകാനാണ്, സമയം കഴിയുമ്പോൾ അവസാനിക്കും എന്നൊക്കെ ആയിരുന്നിരിക്കാം കണക്കുകൂട്ടൽ. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ വലുതായി വരികയാണ്. അപ്പോഴാണ് രംഗത്തേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി കടന്നു വരുന്നത്, അതായത് CJP കടന്നു വരുന്നത്. ജന്തർ മന്ദറില് സമരം തുടങ്ങുന്നു. നിരാഹാര സമരമാണ് തുടങ്ങിയത്. മാർച്ചുകൾ വരുന്നു, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഇതിനു വേണ്ടി തന്നെ വരുന്നുണ്ട്. പ്രതിഷേധം ദേശീയ തലത്തിലേക്ക് ഉയരുന്ന കാഴ്ച പിന്നീട് നമ്മൾ കാണുകയാണ്. ഇവിടെ നിന്നാണ് കഥയിലേക്ക് ട്വിസ്റ്റ് വരുന്നത്. കാരണം സോനം വാങ്ചുക്ക് ഇതിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പേര് നമുക്കറിയാം, ഇന്ത്യയിൽ പലർക്കും, നിങ്ങൾക്കും ഒക്കെ അറിയാം. കാരണം 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലെ ഫുൻസുക് വാങ്ഡു എന്ന് പറയുന്ന കഥാപാത്രത്തിന് പ്രചോദനമായിട്ടുള്ള വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണുകയും ഈ കഴിഞ്ഞ ഇടക്ക് വരെ അതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രത്യാരോപണങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിയലും ഒക്കെ നടന്നിട്ടുണ്ട്. ലഡാക്കിലെ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. ഈ ഐസ് സ്തൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ ആശയം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ്. റോളക്സ് അവാർഡ് നേടിയ വ്യക്തിയാണ് സോനം വാങ്ചുക്ക്. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒരു ഭാഗം മാത്രമല്ലല്ലോ, രണ്ട് ഭാഗങ്ങളും പറയണം, അറിയണം എന്നുള്ളതല്ലേ. വിമർശകരുടെ അഭിപ്രായങ്ങളും ചിലപ്പോൾ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് വിമർശകരുടെ വായിൽ നിന്ന് കൂടിയായിരിക്കാം. നമുക്ക് എപ്പോഴും സ്തുതി പാടുക എന്നുള്ളത് മാത്രമേ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ വിമർശിക്കുന്നവരെ മുഴുവനും നമ്മളൊരു രാഷ്ട്രീയത്തിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട്
പരമപുച്ഛത്തോടു കൂടി അങ്ങ് തള്ളിക്കളയും. അതല്ല വേണ്ടത്. വിമർശിക്കുന്നവർ പറയുന്ന പോയിന്റ് കൂടി ശ്രദ്ധിച്ചാലാണ് അതിലെ കൃത്യമായ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും വിമർശകർ പറയുന്ന ഒരു കാര്യം, ഈ ഐസ്തൂപം എന്ന് പറയുന്ന ആശയം ആദ്യം വികസിപ്പിച്ചത് ചെവാങ് നോർഫെൽ ആണ് എന്നുള്ളതാണ്. അതായത് വാങ്ചുക്ക് അല്ല അത് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് പിന്നീട് കൂടുതൽ പ്രചാരണം നേടിയത് എന്നുള്ളതാണ് ചിലർ ഉന്നയിക്കുന്ന വാദം. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിന്റെ ഒരു സംഘടനയുണ്ട്, സെക്മോൾ എന്നുള്ളതാണ് പേര്. SECMOL എന്നാണ് ആ സംഘടനയുടെ പേര്. അത് വളരെ വിവാദമായിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം പിന്നീട് അതിന്റെ FCRA ലൈസൻസ്, ഈ സംഘടനയുടെ FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം വരുന്നു. നിങ്ങൾക്കറിയാം, FCRAയുമായി ബന്ധപ്പെട്ട് വരുന്നത് വിദേശ ഫണ്ടുകളെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് എന്നുള്ളത്. ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നു വന്നു. ഇവയെല്ലാം അദ്ദേഹത്തിന്റെ വിമർശകരുമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മറ്റൊന്നാണ്. ഈ പരിസ്ഥിതി സംരക്ഷണത്തിനും ലഡാക്കുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾക്കും ഒക്കെ വേണ്ടി സംസാരിക്കുന്നതാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അതോടെ സോനം വാങ്ചുക്ക് ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറിയോ എന്നുള്ള ചോദ്യമുണ്ട്. ഒരു വിഭാഗത്തിന് ഹീറോ ആയിട്ട് സോനം വാങ്ചുക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നു. പിന്നീട് ഈ പറയുന്ന സോനം വാങ്ചുക്കിന്റെ ഈ സംഘടന ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. ഈ വന്ന പണം അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. പഠനം നടത്തിയത് എനിക്ക് തോന്നുന്നു സ്വീഡിഷ് ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ അഖണ്ഡത എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു പഠനം നടത്തി കൊടുക്കേണ്ടിയിരുന്നത്. ആലോചിക്കണം, ഇന്ത്യയുടെ അഖണ്ഡതയെ കുറിച്ചാണ് സ്വീഡിഷ് ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ കോടികളായിട്ടുള്ള പണം വന്നതുമൊക്കെ. എന്തായാലും ഒരു വിഭാഗത്തിന് ഹീറോ ആണെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് സംശയത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ളതാണ്. 2025 അദ്ദേഹത്തിന്റെ ഈ സെക്മോൾ എന്ന് പറയുന്ന സംഘടനയുടെ FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടിരുന്നു. ചിലർ ഈ പറയുന്നത് പോലെ തന്നെ വിദേശ ഫണ്ടുകളും ഒക്കെയാണ് പറഞ്ഞത്. മറ്റു ചിലർ രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന് പറഞ്ഞു. എന്തായാലും നമുക്കറിയാം, FCRAയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാർക്കശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരികയാണ് കേന്ദ്രം എന്നുള്ളത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് സോനം വാങ്ചുക്കും CJPയും കൂടുതൽ സജീവമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്നത്. ഈ കൂടിച്ചേരലിനെയാണ് നമുക്കൊരു സംശയമുനയിൽ കാണേണ്ടി വരുന്നതും. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പെട്ടെന്ന് നോക്കിയിട്ട് ഇത് എങ്ങനെയാണ്, അത് അവർക്ക് വേണ്ടി പറയുന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുകയല്ല. ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ പലപ്പോഴും പല ഫണ്ടുകളും വരുന്നത് നമ്മുടെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സംശയത്തിന്റെ നിഴലിൽ നിന്ന് വേണം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കിക്കാണാം. പൂർണ്ണമായിട്ടും അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അതിനെ തള്ളാതെയോ അല്ലെങ്കിൽ കൊള്ളാതെയോ ഇരിക്കരുത് എന്നുള്ളതാണ്. ഈ സർക്കാർ അനുകൂല വൃത്തങ്ങളുണ്ടല്ലോ, അവര് ചോദിക്കുന്ന ചോദ്യം, ഇതൊരു വെറും വിദ്യാർത്ഥി സമരം മാത്രമാണോ, അതോ അതിന് പിന്നില് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധക്കാർക്ക് ഒറ്റ വാക്കേ പറയാനുള്ളത്, ഞങ്ങൾക്ക് നീതി വേണം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം ഇപ്പോൾ ഈ രണ്ട് നറേറ്റീവുകൾക്കിടയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇനി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട്. CAA സമരം, ഷഹീൻ ബാഗ്, കർഷക സമരം, ഇവയെല്ലാം ഇവിടങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ആദ്യം കാത്തിരുന്നിരുന്നു, ഉടൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രതിഷേധം എവിടേക്ക് പോകുന്നു, എവിടെ വരെ പോകുന്നു എന്ന് നിരീക്ഷിച്ചു. പിന്നീട് ശക്തമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ഇത്തവണയും അതേ മാതൃകയാണ് ചെയ്തത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യം മൗനമാണ്, ശേഷം ചർച്ചയാണ്, അവസാനം പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തവണ പ്രതിഷേധക്കാർ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടം വരെ എത്തി. അതുകൊണ്ടാണ് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായി മാറിയതും. എന്തായാലും ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധം സുരക്ഷാ ഏജൻസികൾക്ക്
തോന്നിയത് സമരം അവിടെ തന്നെ ഒതുങ്ങുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറിച്ചുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ ആഹ്വാനങ്ങളൊക്കെ വളരെ വൈറലായിട്ട് മാറുന്നു. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അവിടേക്ക് ആളുകൾ ഓടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുദ്രാവാക്യവും ബാനറുകളും പ്രതിഷേധ തരംഗം തന്നെ ഉണ്ടാകുന്നു. റെയിൽ ഭവന്റെ ഭാഗത്ത് ആദ്യ സംഘർഷം വരുന്നു, ബാരിക്കേഡ് തകരുന്നു, പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, ലാത്തിച്ചാർജ് നടക്കുന്നു, ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിക്കുന്നു, മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നു. എന്നിട്ടും പ്രതിഷേധം അവസാനിച്ചില്ല. ഇവിടെയാണ് വലിയൊരു ചോദ്യം ഉയരുന്നത്. നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത്? ഇത്ര വലിയ ജനക്കൂട്ടം പാർലമെന്റിലേക്ക് നീങ്ങുമെന്ന് മുൻകൂട്ടി തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം. ഇനി പുറത്ത് പ്രതിഷേധമാണ്, അകത്ത് രാഷ്ട്രീയ യുദ്ധം നടക്കുന്നുണ്ട്. ലോക്സഭയും രാജ്യസഭയും പലതവണ നിർത്തിവെക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പ്ലക്കാർഡുകളും ഒക്കെ ഉയർന്നു, മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ കടുത്ത വിമർശനവും ഇതിനിടയിൽ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന വിരുദ്ധ സർക്കാരാണ് ഇത് എന്നുള്ളതായിരുന്നു. ഭരണപക്ഷം പക്ഷേ തിരിച്ചടിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിന്റെ മറവിൽ രാഷ്ട്രീയ അജണ്ടകൾ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം. ഇവിടെയും നമ്മൾ രണ്ട് തട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം നീറ്റ്, ശേഷം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. പിന്നീട് ഇവർ ഉന്നയിക്കുന്ന കാര്യം FCRAയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് രാഷ്ട്രീയ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു. FCRAയും മറ്റു പല രാഷ്ട്രീയ കാരണങ്ങളും എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാരണങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇതൊരു രാഷ്ട്രീയ സമരമാണോ? രാഷ്ട്രീയ സമരമാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉയർത്താം. പക്ഷെ എന്തിന് FCRA മുതൽ ഇങ്ങോട്ടേക്കുള്ള ബാക്കി കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾ പറയുന്നു എന്നുള്ളതാണ്. അതോടെയാണ് വിമർശകർ ചോദിക്കുന്നത്, ഇത് വിദ്യാർത്ഥി സമരം തന്നെയാണോ, അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായിട്ട് ഇത് മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുന്നത്. എന്നാൽ പ്രതിഷേധക്കാർ പറയുന്നത് സർക്കാർ വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സമരം ശക്തമായത് എന്ന് പറയുന്നത്. പക്ഷെ സത്യം എന്താണ് എന്നുള്ളത് നമുക്ക് പുറത്തു വന്നു തന്നെയാകണം. അത് രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് മാറാം എന്നുള്ളതാണ്. പാർലമെന്റ് കവാടം വരെ എത്തിയ ഈ ഒരു സമരം അത് ഒരു ദിവസത്തെ വാർത്തയാണോ, അല്ലെങ്കിൽ 2029ലേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ട്രെയിലറായിട്ട് ഇത് മാറുന്നുണ്ടോ? മോദി സർക്കാർ ഈ ഒരു വെല്ലുവിളിയെ എങ്ങനെയാണ് ഇനി നേരിടാൻ പോകുന്നത്? പ്രതിപക്ഷം ഈ വിഷയത്തെ എത്രത്തോളം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. സോനം വാങ്ചുക്കും CJPയും അടുത്തതായി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം എന്തായാലും എഴുതപ്പെടാൻ പോകുന്നത് ഡൽഹിയിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം.